നിങ്ങളുടെ മുന്നിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ മുന്നിൽ വോട്ട് ചോദിച്ചുകൊണ്ട് രണ്ടു പക്ഷവും നിങ്ങളുടെ മുന്നിൽ വരും. LDFും UDFും വരും. അപ്പൊ LDFിനോട് നിങ്ങൾ ചോദിക്കേണ്ടത് ആരാണ് LDFിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ്. ആ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേരറിഞ്ഞിട്ട് മതി നല്ലവരായിട്ടുള്ള സഖാക്കന്മാർ നിങ്ങളുടെ ആൾക്ക് വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. എന്തായിരുന്നു നിങ്ങൾ ഈ രാജ്യത്ത് മുന്നോട്ട് വെച്ചത്? AK ഗോപാലനും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും അതുപോലെ തന്നെ സഖാവ് കൃഷ്ണപിള്ളയും അവരെല്ലാം ഉയർത്തിവിട്ടിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ ആശയം എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങളുടെ അഭിനവ നേതാക്കന്മാർ അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കും. യഥാർത്ഥ സഖാവ്, ആ സഖാവിന്റെ ഉള്ളുരുകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മണ്ണിൽ. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്രയോ നല്ലവരായ കോൺഗ്രസുകാർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നല്ലോ. യൂത്ത് കോൺഗ്രസുകാർ, കഴിവുള്ള ചെറുപ്പക്കാര്, അവരെ ഉയർത്തിയോ? അവരെ വളർത്തിയോ? അവരെ ഒന്ന് കൈപിടിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോയി അഖിലേന്ത്യാ ചുമതല കൊടുത്തോ? ഇവിടുത്തെ എത്രയോ പ്രഗത്ഭമതികളായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സോണിയ മാഡത്തിന്റെ വീട്ടിൽ പോയിരുന്ന് ചെവി കടിച്ച് അങ്ങനെ സോണിയാഗാന്ധിക്ക് കുറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് എത്രയോ ആളുകളുടെ ജന്മമൊടുക്കിയ ആളല്ലേ ഇന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വന്ന് നിൽക്കുന്ന KC വേണുഗോപാലൻ അല്ലേ? ഈ കോൺഗ്രസിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നശിപ്പിച്ചതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആ മനുഷ്യനല്ലേ? അങ്ങനെയുള്ള ഒരാളെ അവിടെ അഖിലേന്ത്യാ തലത്തിൽ ഈ സഖ്യമുണ്ടാവുമ്പോ പറയണ്ടേ കേരളത്തിലെ സഖാക്കന്മാർക്കും കോൺഗ്രസുകാർക്കും ഒന്നാകാൻ സാധിക്കില്ല എന്ന്? പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്റ്റാലിന്റെ വേദിയിൽ രാഹുൽ ഗാന്ധി വന്നില്ലേ? രാഹുൽ ഗാന്ധി വന്നപ്പോ രാഹുൽ ഗാന്ധിയുടെ കയ്യിലെ ഉറയിലിട്ട വാള് ഊരി തുറന്നു കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി അല്ലേ? നാണമുണ്ടോ? ആ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഒന്നാണെങ്കിൽ പിന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ എന്തിനാണ് അപഹസിക്കുന്നത്? ഒരു ഫ്ലക്സ് ബോർഡ് പോലെ, ഒരു സ്ഥാനാർത്ഥി പോലെ ഞാൻ തയ്യാറാണ്. ഒരു ഭാഗത്ത് ഞാൻ മതി, നിങ്ങൾ ആരെങ്കിലും ഒരാൾ നോമിനേഷൻ കൊടുത്താൽ മതി എന്നാണ് ആലപ്പുഴ പാർലമെന്റിലെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പറയുന്നത്. ഞങ്ങൾ നോക്കാം. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, 48 വർഷക്കാലം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു നല്ല റോഡിന് വേണ്ടി കാത്തിരുന്നു, ഹൈവേക്ക് വേണ്ടി കാത്തിരുന്നു. 1/2 ഡസനോളം വരുന്ന കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസുകാർ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ച് ജനങ്ങൾ വിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാര കേന്ദ്രത്തിൽ ഇരുന്നിട്ട് ഈ 1/2 ഡസനോളം പേർ വന്നപ്പോ എന്തേ ആലപ്പുഴ ബൈപ്പാസ് ഉണ്ടായില്ല? KC വേണുഗോപാൽജി ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ ബോർഡ്? 2004 ശേഷം 2014 ശേഷം ഞാൻ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു. ചില പുസ്തകത്തിൽ ലഘുലേഖയിൽ പറയുന്നുണ്ട്. കണക്കായിട്ട് പറയണം. അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ KC വേണുഗോപാലിന്റെ പാർട്ടി 10 വർഷക്കാലം കേരളം ഈ രാജ്യം വീണ്ടും ഭരിച്ചത് അല്ലെ? ആ 10 വർഷക്കാലം ഭരിക്കുമ്പോ 5 കൊല്ലം UPA അവരെല്ലാം പിന്തുണച്ച് ഒന്നാം UPA പിന്തുണച്ചത് ഇടതുപക്ഷമല്ലേ? ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ഒരുമിച്ച് ഭരിച്ചു. എന്റെ ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾക്ക് ബൈപ്പാസ് കിട്ടാതിരുന്നത്? എന്റെ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താതിരുന്നത്? പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആരാധനായിട്ടുള്ള ഗതാഗത വകുപ്പ് മന്ത്രി കേന്ദ്രത്തിന്റെ ശ്രീമാൻ നിതിൻ ഗഡ്കരി, ആ നിതിൻ ഗഡ്കരിയാണ് 0 പൈസ, 1 രൂപ, 1 നയാ പൈസ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി എനിക്ക് തന്നിട്ടില്ല. ഈ റോഡിന്റെ പ്രവർത്തനത്തിന് വേണ്ടി 25% തരേണ്ടതാണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ നിതിൻ ഗഡ്കരി? ഈ റോഡ് കൊണ്ടുവന്നത് അതിന്റെ പേരിലാണ് KC വേണുഗോപാലും ആരിഫും ബോർഡ് വെക്കുന്നതെങ്കിൽ അതിന്റെ പേരിൽ എന്റെ പാർട്ടി ഭരിക്കുന്ന ഇന്ത്യയിലെ താമര ചിഹ്നത്തിലല്ലേ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ വോട്ട് നൽകേണ്ടത് അല്ലേ? അത് നിതിൻ ഗഡ്കരിയല്ലേ കൊണ്ടുവന്നത്. മറ്റൊരു അവകാശവാദം ഞാൻ കേട്ടു. അവര് പറയുകയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റി. ആരാ മാറ്റിയത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീമാൻ JP നദ്ദ. ആ JP നദ്ദ ആരോഗ്യ വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് ആലപ്പുഴക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റിയത്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. ആരാ കൊടുത്തത്? ആരിഫ് ബോർഡ് വെച്ചിട്ടുണ്ട്, KC ബോർഡ് വെച്ചിട്ടുണ്ട്. കൊടുത്തത് ഞങ്ങളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമാൻ JP നദ്ദയാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തത്. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ 10 വർഷക്കാരൻ ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു, പറഞ്ഞു, കോൺഗ്രസ് ഭരിക്കുന്ന പോലെയല്ല. നിയമസഭയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുമ്പോ
ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് അല്ലെങ്കിൽ ലീഗുകാരന് സാധാരണപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകന് അവന് കൊടുക്കണ്ട. അത് നമ്മുടെ ആളുകൾക്ക് മാത്രം മതി എന്ന് പറയുന്ന ഏർപ്പാട് നരേന്ദ്രമോദിക്കില്ല. നരേന്ദ്രമോദി ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് എന്താണെന്ന് അറിയുമോ? നിങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പർ ആയാൽ, നിങ്ങൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ, മുനിസിപ്പൽ പ്രസിഡന്റ് ആയാൽ, കോർപ്പറേഷൻ ചെയർമാൻ ആയാൽ, നിങ്ങൾ MLA ആയാൽ, MP ആയാൽ, മന്ത്രി ആയാൽ, കേന്ദ്രമന്ത്രി ആയാൽ, ഈവൻ പ്രധാനമന്ത്രി ആയാൽ, നിങ്ങളുടെ ഹൃദയം ചേർത്ത് വെക്കേണ്ടത് ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങളുടെ കൂടെയാണ്, രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം അല്ല എന്ന് പഠിപ്പിച്ച ആരാധനായ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മികവാണ് നമ്മൾ ഇന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കാണുന്നത്. പൂട്ടിക്കെട്ടിയില്ലേ കയർ തൊഴിലാളികളുടെ അവരുടെ ഉപജീവന മാർഗത്തെ? നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? മാർക്സിസ്റ്റുകാരാ, പാവപ്പെട്ട കയർ തൊഴിലാളി, അവന് ജീവിക്കാൻ നിർവാഹമില്ല, അവന്റെ കുട്ടികൾക്ക് കഞ്ഞി കുടിക്കാൻ ഗതിയില്ല. ഇവിടെ നിന്ന് തൊഴിൽ മുഴുവൻ തമിഴ്നാട്ടിലേക്ക് പോകുന്നു. പൊള്ളാച്ചിയിലാണ് ഇവിടുത്തെ കയർ വ്യവസായികളിൽ ഭൂരിപക്ഷവും പോയി പണിയെടുക്കുന്നത്. കേരം തെങ്ങും കേരള നാട് അല്ലേ? നിങ്ങൾ പണ്ട് പറഞ്ഞാണ് കേരം തെങ്ങും കേരള നാട്, എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുവരാം, KR ഗൗരി ഭരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം നിങ്ങൾ പഴഞ്ചാക്ക് പോലെ മാറ്റി മത്സരിക്കാത്ത നായനാരെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. അത് നിങ്ങളുടെ ചരിത്രം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കേരം തെങ്ങും കേരള നാടിന് നിങ്ങൾ തേങ്ങ ഇല്ലാതാക്കി. കേരളത്തിൽ 11.5 ലക്ഷം ഹെക്ടർ വരുന്ന കൃഷിഭൂമി നെല്ലുൽപാദിപ്പിച്ചിരുന്ന കേരളത്തിൽ 1.5 ലക്ഷം മാത്രം കൃഷിഭൂമിയിൽ നെല്ലുൽപാദിപ്പിക്കുന്ന നാടാക്കി ഈ കേരളത്തെ നിങ്ങൾ അത് പതിപ്പിച്ചു. നാളികേര കർഷകന്മാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. അവർക്ക് ജീവിക്കാൻ മാർഗമില്ല. അസംസ്കൃത വസ്തു, കയർ ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തു പോലും കിട്ടാൻ സൗകര്യം കൂടുതൽ തമിഴ്നാട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് അവർ ചേക്കേറുമ്പോ മാർക്സിസ്റ്റ് പാർട്ടി കൊടിയുത്തുകയാണ്. നിങ്ങൾ കക്കൂസിനെതിരെ സമരം ചെയ്തില്ലേ? ടോയ്ലറ്റിനെതിരെ നിങ്ങൾ എന്താ പറഞ്ഞത്? അത് പുരോഗമനമാണ്, അത് വേണ്ട പറഞ്ഞില്ലേ? നിങ്ങൾ ഇവിടുത്തെ മൊബൈൽ ഫോണിനെതിരെ സമരം ചെയ്തില്ലേ? നിങ്ങൾ AC-ക്കെതിരെ സമരം ചെയ്തില്ലേ? നിങ്ങൾ പാടശേഖരത്തിൽ ഉഴുതു മറിക്കുന്ന ട്രാക്ടറിനെതിരെ സമരം ചെയ്തില്ലേ? എന്നിട്ട് ഇപ്പോഴോ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുമ്പോ പാന്റും ജീൻസും ഒക്കെ ഇട്ടിട്ട് കമലെടുത്തി കൂടെ 2 കൈയിലും ഓരോ ആപ്പിൾ ഫോൺ, പിന്നെ നിങ്ങൾക്ക് സ്വകാര്യമായിട്ടുള്ള ഫ്ലൈറ്റിൽ യാത്ര, പിന്നെ കൂടെ മകളുടെ കുഞ്ഞുമോൻ, അതുപോലെ തന്നെ ലിഫ്റ്റ്, 2ാം നിലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ലിഫ്റ്റ്, പിന്നെ വീണക്കുട്ടിക്ക് തിമിർത്ത് മുങ്ങിക്കുളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊട്ടാരത്തിനകത്ത് അന്തപ്പുരത്തിനകത്തൊരു നീന്തൽക്കുളം. പാവപ്പെട്ടവൻ ഇവിടെ 6 മാസത്തെ പെൻഷൻ കൊടുക്കാതെ, സ്വന്തം കഞ്ഞി കുടിക്കാൻ അടുപ്പിൽ തീ പുകയ്ക്കാൻ സാധിക്കാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന പാവപ്പെട്ടവരോട് നീതി ബോധമില്ലാത്ത ഒരു പാർട്ടിയായി നിങ്ങളുടെ പാർട്ടി മാറിയില്ലേ? നിങ്ങളുടെ അച്യുതാനന്ദൻ സഖാവ് എത്ര വേദനിച്ചു. അവസാനം ഒരു മൂലക്കിരുത്തി ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാന്റെ കസേര കൊടുത്തു. പിന്നെ സഖാവ് മിണ്ടിയിട്ടില്ല. സഖാവ് അന്നാണ് പറഞ്ഞത് ശ്രീമാൻ നരേന്ദ്രമോദിയോട്, ഞങ്ങളുടെ നാട്ടിലേക്ക് കുളിമുറിയും കക്കൂസും ഒന്നും വേണ്ട. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, 1.5 ലക്ഷം ടോയ്ലറ്റാണ് സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം ശ്രീമാൻ നരേന്ദ്രമോദി ഈ കേരളത്തിലേക്ക് കൊടുത്തയച്ചത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഇല്ലേ? നമുക്ക് എന്ത് വേണം? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഉള്ളവനും ഇല്ലാത്തവനും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ നാടിനെ സംരക്ഷിക്കണ്ടേ? കേന്ദ്രം, നിങ്ങൾ നല്ല തീരുമാനമൊക്കെ എടുത്തിട്ടുള്ള ആളുകളാണ്. കേന്ദ്രത്തിൽ ആരാണോ ഭരിക്കുന്നത് അവരെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിടുന്ന ഒരു മര്യാദയൊക്കെ ആലപ്പുഴയിലെ ജനങ്ങൾ നാട് നന്നാവുമോ എന്ന് കരുതിയിട്ട് നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ എന്നെ പേരെടുത്ത് ശോഭ എന്ന് വിളിക്കാൻ എനിക്ക് വളരെ ആദരവും എന്നോട് ചെറിയ പരിചയവുമുള്ള ആരാധനായ നരേന്ദ്രമോദിയോടൊപ്പം ആലപ്പുഴയുടെ കാര്യം ഞാൻ പോയിരുന്ന് പറഞ്ഞാൽ പോരെ? ഇത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തായാലും 370-ലധികം വരുന്ന സീറ്റുകൾ വാങ്ങിക്കൊണ്ട് ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകാൻ പോവുകയാണ്. അവിടെ കേരളത്തിൽ നിന്ന് ഒരവസരം നൽകണമെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിലെയും കോൺഗ്രസിലെയും സ്ത്രീകളുണ്ടല്ലോ, അവര് വേദനിക്കുകയാണ്. കൊടി പിടിക്കാൻ അവർ വേണം, മുദ്രാവാക്യം വിളിക്കാൻ അവർ വേണം, സമ്മേളനത്തിന് ആളെ കൂട്ടാൻ അവർ വേണം, അടൽ ബിഹാരി വാജ്പേയി കൊണ്ടുവന്ന കുടുംബശ്രീ പദ്ധതിയെ രാഷ്ട്രീയവൽക്കരിക്കാൻ അവർ വേണം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആശാവർക്കിന് പോകുന്ന തൊഴിലാളികളും അതുപോലെ തന്നെ പാവപ്പെട്ട അമ്മമാരെയും സംഘടിപ്പിച്ച് ജില്ലാ സെക്രട്ടറി വരുമ്പോ, സംസ്ഥാന സെക്രട്ടറി വരുമ്പോ മുദ്രാവാക്യം വിളിക്കാൻ അതിനും സ്ത്രീ വേണം. പക്ഷേ പേരിന് മരുന്നിന് ഒരു സ്ത്രീ ഒഴിച്ച് ഈ കേരളത്തിൽ ആരെയെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിർത്തിയോ? സോഷ്യലിസം, സമത്വം അത് വീടിനകത്ത് മാത്രമാണോ? ആണോ? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ ഇഷ്ടമാണെങ്കിൽ, സഹോദരിയെ ഇഷ്ടമാണെങ്കിൽ, മകളെ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട്
ഇന്ന് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം മുതൽ നിങ്ങൾ എണ്ണിക്കോളൂ. ഇവിടെ ആലപ്പുഴ എത്തുന്നത് വരെ ഞാൻ ഒഴിച്ച് ഏതൊരു പെണ്ണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഉണ്ടോ? ഇല്ലല്ലോ, ഒരൊറ്റ സ്ത്രീയാ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ എനിക്ക് പോയി പറയണം പാർലമെന്റിൽ. എല്ലാ അമ്മമാർക്കും വേണ്ടി, എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടി. ഞാൻ രണ്ട് കൂട്ടർക്കും മാത്രമാണ് എതിര്. അത് ആർക്കാണെന്നറിയോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി വേണമെങ്കിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ ഏതെങ്കിലും ഒരു സാധാരണ താഴെ തട്ടി പ്രവർത്തിക്കുന്ന നേതാവ് ഉണ്ടെങ്കിൽ, നേതാവെ നാട് നശിക്കുകയല്ലേ, മയക്കുമരുന്ന് കച്ചവടമല്ലേ ഈ നാട്ടിൽ നടക്കുന്നത്? അല്ലേ? അതിന് നിങ്ങളുടെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുകയല്ലേ? നിങ്ങളുടെ പോലും കയ്യെത്തും ദൂരത്തുള്ള നിങ്ങളുടെ ബന്ധുവിന്റെ കുട്ടി അല്ലേ, 16 വയസ്സും 17 വയസ്സിലും നല്ല സുന്ദര കുട്ടിയായിട്ട്, അവൻ കറുപ്പാകട്ടെ വെളുപ്പാകട്ടെ, സത്യഭാമ പറഞ്ഞ പോലെയല്ല, ആ കുട്ടി യൗവനാവസ്ഥയിൽ നന്നായിട്ട് ഇരിക്കണ്ടേ? അവൻ അവന്റെ അച്ഛനും അമ്മയ്ക്കും കാവലായി മാറണ്ടേ? അവൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോ അവൻ ആരോഗ്യം വേണ്ടേ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, നരേന്ദ്രൻ പറഞ്ഞതുപോലെ ശാരീരികമായും ആധ്യാത്മികമായും അവൻ ഉന്നതിയിലെത്തണ്ടേ? അതിന് നിങ്ങൾ സമ്മതിക്കോ? നിങ്ങൾ എന്താണ് ഗണപതി ഹോമത്തിനെതിരാണ്? നിങ്ങൾ ഗണേശന്റെ അമ്പലത്തിൽ പോകുന്നതിനെതിരാണ്? നിങ്ങൾ ശ്രീരാമനെതിരാണ്? നിങ്ങൾ എല്ലാവർക്കും എതിരാണ്. പക്ഷെ ഇപ്പോ നിങ്ങളുടെ ആരിഫിക്ക കനലാട്ടം നടത്താൻ വേണ്ടിയിട്ട് അമ്പലങ്ങളുടെ മുന്നിൽ തൊഴാൻ വേണ്ടിയിട്ട് പോകുന്ന ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്നത്. ആരെ പറ്റിക്കാനാ? ഞാൻ മന്ത്രി രാധാകൃഷ്ണേട്ടനോട് ചോദിച്ചു. ദേവസ്വം വകുപ്പ് മന്ത്രി രാധാകൃഷ്ണേട്ടനും ഞാനും ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ്. ഞാൻ ചോദിച്ചു, ദേവസ്വങ്ങളിൽ നിന്ന് ദേവസ്വം ഭണ്ഡാരപ്പെട്ടി തുറക്കാനും എണ്ണാനും ഇവിടുത്തെ പാവപ്പെട്ടവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ശബരിമലയിലെ പുണ്യാഹം തീർത്ഥം അത് കയ്യിൽ കിട്ടുമ്പോ ഞാൻ ഈ വെള്ളമൊന്നും കുടിക്കില്ല എന്ന് പറഞ്ഞത് വൃത്തികേടല്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ എന്നോട് പറയുകയാണ്, എന്റെ കൈ പിടിച്ചിട്ട്, ഒരു പരിപാടിയാണ്, വലിയ തന്ത്രിമാരുടെ ഒരു പരിപാടിയിലാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ശോഭ ഇവിടെ രാഷ്ട്രീയം പറയണ്ടാട്ടോ എന്നാണ് പറഞ്ഞത്. ഏത് ചെയ്യാം, കുഴപ്പമില്ല, തെറ്റ് ചെയ്യാം, ഇവിടുത്തെ ഹിന്ദുവിന്റെ മനസ്സിനെ വേദനിപ്പിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ മതവിശ്വാസികൾ അങ്കമാലി പള്ളിക്കകത്തേക്ക് കയറാം, അത് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കാം, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ആർക്കും അത് പുറത്തു പറയാൻ പാടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ നല്ലവരായ സഖാക്കന്മാർ ചിന്തിക്കണം, നമുക്ക് ഈ നാടിനെ മാറ്റണം. ഒന്നാം തരം സോഷ്യലിസ്റ്റുകാരൻ ഇന്ന് ഇന്ത്യയില് അത് ഞങ്ങളുടെ നരേന്ദ്രമോദിയാണ്. ചായ കച്ചവടക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന്റെ മകൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ നാടിനെ സംരക്ഷിച്ച് ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി 1 അല്ല 2 അല്ല 3 തവണ ഹാട്രിക് വിജയം നേടിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കണം, ഗ്യാസിന്റെ സബ്സിഡി കുറയ്ക്കണം, നിങ്ങൾ പണക്കാർ ഗ്യാസ് സബ്സിഡി ഉപയോഗിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പാവപ്പെട്ടവർക്ക് അത് വിട്ടുവീഴ്ച ചെയ്യണം. അങ്ങനെ ഉജ്ജ്വല യോജന പദ്ധതി കൊണ്ടുവന്നു. പാവങ്ങളുടെ അടുപ്പിലേക്ക് തീ പുകയാൻ വേണ്ടിയിട്ട് അമ്മമാർക്ക് സൗജന്യമായിട്ടുള്ള ഗ്യാസ് കണക്ഷൻ കൊടുത്തു. ആ ഗ്യാസ് കണക്ഷൻ എത്ര ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് നിങ്ങളുടെ MP വാങ്ങിക്കൊടുത്തു എന്നുള്ളത് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളൊന്ന് പരിശോധിക്കണം. പാവപ്പെട്ട പെൺകുട്ടികളോട് പഠിക്കാൻ പറഞ്ഞു, ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, അത് നരേന്ദ്രമോദിജിയുടെ പദ്ധതിയാണ്. കിസാൻ സമ്മാൻ പദ്ധതി പാവപ്പെട്ട കർഷകർക്ക് ആത്മാഭിമാനം ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു അദ്ദേഹം ഏറ്റെടുത്തത്. നമുക്ക് മരുന്ന് തരാൻ, നമുക്ക് ഭക്ഷണം തരാൻ, നമ്മുടെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വളം കൊടുക്കാൻ ഒറ്റ 10 വർഷം ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയിട്ട് 10 കൊല്ലം നയാ പൈസ ആ 3 വിഭാഗത്തിനും കൊടുത്തില്ല. എന്താ സംഭവിച്ചത്? കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ കടബാധ്യതയുമായിട്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും ഏറ്റെടുത്തതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിജി എന്നോടും നിങ്ങളോടും കണക്ക് പറഞ്ഞിരിക്കുന്നു. ഫുഡ് കോർപ്പറേഷന്റെ പൈസ, ഓയിൽ കമ്പനികളുടെ പൈസ, രാസവള കമ്പനികളുടെ പൈസ 1 ലക്ഷം കോടിയിൽ പരം അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും അതിന്റെ ഇൻട്രസ്റ്റും ഞാൻ കൊടുത്തു തീർത്തിരിക്കുന്നുവെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നോടും നിങ്ങളോടും പറഞ്ഞു. മസാല ബോണ്ടാണ് ഉണ്ടാക്കിയത് 10 കൊല്ലം. എന്തിനാണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് അത് കുറച്ചു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയല്ലേ നമ്മുടെ ശാസ്ത്രജ്ഞൻ തോമസ് ഐസക്കും ചെയ്തത്? കിഫ്ബിക്ക് ഒരു ബോണ്ട് ഉണ്ടാക്കി, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എല്ലാ സംവിധാനവും പതിച്ചു കൊടുത്തു. എവിടെ റോഡ് പണിയുന്നുണ്ടോ ഊരാളുങ്കൽ, എവിടെ പാലം പണിയുന്നുണ്ടോ ഊരാളുങ്കൽ, എവിടെ പാലം പൊളിഞ്ഞു വീഴുന്നുണ്ടോ ഊരാളുങ്കൽ. അങ്ങനെയല്ലേ കൊടുത്തത്? അതായിരുന്നോ നിങ്ങളുടെ സ്ഥിതി? അല്ലല്ലോ. അപ്പൊ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയോടൊപ്പം പാർലമെന്റിൽ പോയിരുന്ന് ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. പുറക്കാട് മേഖലകളിൽ എങ്ങനെയാണെന്നറിയുമോ? നെൽകർഷകർക്ക് എന്നും മടവീഴ്ചയാണ്.
എന്നും മടവീഴ്ചയാണെങ്കിൽ എങ്ങനെയാണ് ഈ മട വീഴാതിരിക്കേണ്ടത്? അതിന് ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് സ്വാമിനാഥനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ, ഗവേഷകന്മാർ അവർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത് പരിശോധിച്ചുകൊണ്ട് ഇക്കാലം അത്ര നിങ്ങൾ കേരളത്തിലും അതുപോലെ തന്നെ പാർലമെന്റിലും ഒക്കെ മാറി മാറി ഭരിച്ചിട്ട് നിങ്ങൾക്കൊരു മടവീഴ്ചയുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശുഷ്കാന്തിയില്ല എന്നല്ലേ അർത്ഥം? ഇവിടെ ഫിഷറീസിന്റെ മന്ത്രി 15 തവണ കേരളത്തിൽ വന്നു. 6 തവണ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഗുജറാത്തിൽ നിന്നുള്ള പുരുഷോത്തം രൂപാലാജി ആയിരുന്നു കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർ. അദ്ദേഹം വന്നു. ഈ 15 തവണ വന്നിട്ട് അദ്ദേഹത്തിന് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. രണ്ടിന്റെയും 2 വകുപ്പും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നരേന്ദ്രമോദിജി പറഞ്ഞു, തീരദേശത്ത് ജീവിക്കുന്ന, മത്സ്യബന്ധനം നടത്തുന്ന, മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന പാവങ്ങളുടെ പ്രശ്നങ്ങൾ അത് വലിയ പ്രശ്നമാണ്, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്രത്തിൽ ഫിഷറീസിന് മാത്രമായിട്ട് ഒരു മന്ത്രി, ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടായി. അതിനൊരു വകുപ്പുണ്ടായി. ആ വകുപ്പ് മറ്റു വകുപ്പുകളുടെ കൂടെ ചേർന്ന് കിടക്കുകയായിരുന്നു. അത് മാറ്റി ഒരു സ്വതന്ത്രമായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്ട്രി ഉണ്ടാക്കിയിട്ട് 15 തവണ കേരളത്തിൽ വന്നിട്ട് ഇവിടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഫിഷറീസ് മേഖലയെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി സമർപ്പിക്കാൻ സാധിച്ചോ? ഒരു നല്ല ഹാർബർ നിങ്ങൾക്കുണ്ടോ? ആലപ്പുഴയിൽ ചെന്ന്, അരൂരിൽ ചെന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ എറണാകുളത്ത് അമ്പരചുംബികളായ കെട്ടിടങ്ങളുണ്ട്. അവിടെ ബിസിനസ് ഉണ്ട്. അവിടെ പല സംവിധാനങ്ങളും നടക്കുന്നു. അവിടെ തൊട്ടപ്പുറത്ത് കൊച്ചിൻ റിഫൈനറി ഉണ്ട്. അവിടെ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്. 50,000 കോടി രൂപയുടെ നൗക വരെ, അന്താരാഷ്ട്ര നൗക വരെ നീരണിയിക്കുന്ന ടെക്നോളജിസ്റ്റുകളുണ്ട്. എന്തേ അരൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇവിടെ കൃഷിയില്ല, ഇവിടെ കയറില്ല, ഇവിടെ കശുവണ്ടിയില്ല, ഇവിടെ പരമ്പരാഗത വ്യവസായങ്ങളൊന്നുമില്ല, ഇവിടെ മുന്നേറ്റമില്ല, ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ടെക്നിക്കൽ സ്കൂളുകളില്ല, കോളേജുകളില്ല, ഇവിടെ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല. എന്താണുള്ളത് ആലപ്പുഴയിൽ? ഒന്നുമില്ലാതെ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ അത് പറയാൻ, നരേന്ദ്രമോദിജിയോട് പറയാൻ. ഞാൻ 6 വർഷക്കാലം ശ്രീമാൻ നരേന്ദ്രമോദിജിയോടൊപ്പം ഇന്ത്യയിലെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു സാധാരണക്കാരിയാണ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് പരിചയക്കാരുണ്ട്, മുഖ്യമന്ത്രിമാർ പരിചയക്കാരുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 8 മാസക്കാലം 8 സംസ്ഥാനങ്ങളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചപ്പോ എന്റെ മുതിർന്ന നേതാവായിട്ട് എന്നോടൊപ്പം പ്രവർത്തിച്ചത് ആരാധനായ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീമാൻ JP നദ്ദാജിയാണ്. അപ്പോ ഞാൻ ആലപ്പുഴ പാർലമെന്റിലെ സഹോദരി സഹോദരന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരവസരം നിങ്ങൾ നൽകി കഴിഞ്ഞാൽ ആലപ്പുഴയിലെ MP-ക്ക് ഒരു വീടുണ്ടാകുമെങ്കിൽ അത് ശോഭാ സുരേന്ദ്രന്റെ വീടാണെങ്കിൽ അത് ഇവിടുത്തെ പെൺകുട്ടികളുടെ സ്വന്തം വീടായിരിക്കും എന്ന് പറയാനും ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് അവർക്ക് മാത്രമായിട്ട് ഞാനൊരു മാനിഫെസ്റ്റോ, ഒരു പ്രകടന പത്രിക സ്ത്രീകൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി. എന്താ നിങ്ങൾ ഇഷ്ടപ്പെടും? പുരുഷൻ സ്ത്രീക്ക് എതിരല്ലല്ലോ. അമ്മയെ മകൻ സ്നേഹിക്കുന്നു അല്ലെ, ഭാര്യ ഭർത്താവ് സ്നേഹിക്കുന്നു, കുഞ്ഞിനെ, പെൺകുഞ്ഞിനെ അച്ഛനും അമ്മയും കൂടി സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ പെൺകുട്ടികളിലൂടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ മുന്നേറ്റത്തെ കൊണ്ടുവരാൻ സാധിക്കണം എന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കൂടുതൽ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഫ്ലെക്സ് ബോർഡിന്റെ എണ്ണം നോക്കണ്ട, ഷൂട്ട് ചെയ്തെടുത്ത ഫോട്ടോയുടെ ആ പളവളപ്പ് നോക്കണ്ട. എനിക്ക് 50 വയസ്സാണ്. ആരിഫിക്കയ്ക്ക് എന്തായാലും ഒരു 10 വയസ്സ് കൂടുതലുണ്ടാവും, മറ്റാൾക്ക് കുറച്ചും കൂടി കൂടുതലുണ്ടാവും. ഡേറ്റ് ഓഫ് ബർത്ത് പരിശോധിച്ചാൽ മതി. അപ്പോ അതെ, 63 പിന്നെ പ്ലസ് മറ്റാൾക്കും നിങ്ങൾ നോക്കിയാൽ മതി. എന്റെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം നാട്ടുകാരുടെ പണമാണ്. മനസ്സിലായില്ലേ? സ്വന്തം അധ്വാനിച്ച പൈസ എടുത്തു കൊണ്ടുവന്ന് നാട്ടിലെ പൊതുപ്രവർത്തനം നടത്തുകയായിരുന്നുവെങ്കിൽ ആരിഫിന്റെ വീടിന്റെ തൊട്ടടുത്ത് 3 സെന്റ് മാത്രം സ്ഥലമുള്ള ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. ഞങ്ങൾ അവിടെ സഹപ്രവർത്തകരുമായിട്ട് പോയി. ആ 3 സെന്റ് സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ആരിഫിന്റെ സുഹൃത്തിന് ആ 3 സെന്റ് സ്ഥലം കൂടി ഒരു വലിയ വീട് വെക്കാൻ വേണ്ടി ആ പാവത്തിന് അവിടെ നിന്ന് പുറത്തു ചാടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇവിടെ ആളുകളില്ലാഞ്ഞിട്ടല്ലോ എന്നെ അന്വേഷിച്ചു വന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ജീവനുണ്ടെങ്കിൽ ആ സ്ഥലം ഒരാളും 1 ഇഞ്ച് പോലും കൊണ്ടുപോകില്ല എന്ന് ആ അമ്മയ്ക്കും ആ പെൺകുട്ടിക്കും, പ്രായപൂർത്തിയായ പെൺകുട്ടിക്കും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ കേസ് LDF-ന്റെ സ്ഥാനാർത്ഥി ആരിഫൊക്കെ മറക്കണതാണ് നല്ലത്. ഞാൻ അവർക്ക് കരുതലും കാവലുമായിട്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഉണ്ടാകും. മാത്രമല്ല, കരിമണൽ കട്ടയെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിച്ചു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കോടിക്കണക്കിന് രൂപ എനിക്കും നിങ്ങൾക്കും ഈ കേരളത്തിന് അവകാശപ്പെട്ടത് അത് മുടിച്ച് അത് കൊണ്ടുപോയി ഇവിടെ നിന്ന് കച്ചവടം ചെയ്ത് പണപ്പെട്ടിയിലേക്ക് അങ്ങനെ കൊണ്ടുപോയിടാൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല.
കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങും. വേറെ ചില പദ്ധതികളും പരിപാടികളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാം റിസൾട്ട് ഞാൻ നിങ്ങളോട് തെരഞ്ഞെടുപ്പിന് ഏതാനും ഒരാഴ്ച മുമ്പ് എനിക്ക് പറയാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നമുക്ക് ഈ നാടിനെ മാറ്റണം, ഈ നാടിനെ മാറ്റിമറിക്കണം. നമുക്ക് കിഴക്കിന്റെ വെനീസായിട്ടുള്ള സുന്ദരിയായ റാണിയാക്കി ആലപ്പുഴയെ മാറ്റണം. നമുക്ക് ലോകം ഇങ്ങോട്ടേക്ക് കയർ കമ്പനികളുമായിട്ട് ചർച്ച ചെയ്യാൻ വരാൻ സാധിക്കുന്ന പഴയ പ്രതാപത്തിലേക്ക് ഈ കയർ ഫാക്ടറികളെ തിരിച്ചു കൊണ്ടുവരണം. അമ്മമാർ വീടിനകത്തിരുന്നു കൊണ്ട് കയർ പിരിച്ചാൽ അത് കൊടുത്താൽ അവരുടെ കയ്യിൽ നിന്ന് കയർ ബോർഡ് നേരിട്ട് വന്ന് കയറെടുക്കുന്ന സംവിധാനം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തയക്കാൻ മത്സ്യമേഖലയ്ക്ക് സുഖകരമായിട്ടുള്ള ആസ്വാദികരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. ഇവിടെ നമ്മുടെ നാടിനെ മാറ്റിമറിക്കാൻ ഒരു അവസരം നൽകണം എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഫ്ലക്സ് ബോർഡ് ഒന്നും കണ്ടിട്ട് നിങ്ങളൊന്നും ദുഃഖിക്കേണ്ട. ശോഭാ സുരേന്ദ്രൻ നിങ്ങളുടെ ഹൃദയത്തിലാണ്, അരികിലല്ല, ഹൃദയത്തിൽ കൂടെ ഉണ്ടാകും. കാരണം കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ എന്റെ നാട്ടുകാരോടൊപ്പം, എന്റെ സഹപ്രവർത്തകരോടൊപ്പം ഉണ്ട്. ഞാൻ എന്റെ ഈ തലപൊട്ടി ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ബോധരഹിതയായിട്ട് വീഴുന്നത് വരെ എന്റെ സഹപ്രവർത്തകനെ പോലീസിന്റെ മുഷ്ടിക്കകത്തു നിന്ന് പിടിച്ചു മാറ്റാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എന്നെ തല്ലി അബോധാവസ്ഥയിലാക്കിയതിനു ശേഷം മാത്രമാണ് എന്റെ സഹപ്രവർത്തകന്റെ തല തല്ലിപ്പൊളിക്കാൻ പോലീസിന് സാധിച്ചിട്ടുള്ളൂ. ഞാൻ നിങ്ങളുടെ പിറകിലല്ല, ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചും നിങ്ങളോടൊപ്പമുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഈ അശ്വമേധം നടത്തും. അങ്ങനെ ഒരു ചെറിയ താമരപ്പൂവുമായിട്ട് ആരാധനായ നരേന്ദ്രമോദിജിയെ കാണാനൊരു അവസരം, അതിന് നിങ്ങൾ ഇത്തവണ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ അമ്പലവുമായി ബന്ധപ്പെട്ടവരോടും ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം സുഹൃത്തുക്കൾക്ക് വരെ, ഇവര് വെറുതെ ഉണ്ടാക്കുന്ന കഥയല്ലേ. നമ്മുടെ പാർട്ടിയുടെ കൂടെയല്ലേ മുക്തർ അബ്ബാസ് നഖ്വി, കേന്ദ്രമന്ത്രിയല്ലേ. ഷാനവാസ് ഹുസൈൻ, ബീഹാറിൽ നിന്നുള്ള നേതാവ്, ആരാധനായ ലാൽകൃഷ്ണ അദ്വാനിജിയുടെ കൂടെ ഇരുന്നുകൊണ്ട് എത്ര കാലമായി പ്രവർത്തിക്കുന്നു. ഇപ്പോഴും ബീഹാറിലെ പ്രഗത്ഭനായിട്ടുള്ള നേതാവല്ലേ. നമ്മുടെ കൂടെയല്ലേ നജ്മ ഹെപ്തുള്ള, നമ്മുടെ കൂടെയല്ലേ മലപ്പുറത്തെ തങ്ങള്, നമ്മുടെ കൂടെയല്ലേ അറ്റക്കോയ തങ്ങൾ വന്നത്. നമ്മുടെ പാർട്ടിക്കകത്തേക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കൾ വരികയല്ലേ. ഇവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നമ്മുടെ മുന്നിലില്ല. നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല, നമ്മുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം BDJS-ഉം അണിചേരുന്നു. നമ്മുടെ NDA സഖ്യകക്ഷികൾ മുഴുവൻ ചേർന്നുകൊണ്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എന്റെ സഹപ്രവർത്തകരോട് ഹൃദയപൂർവ്വം നന്ദി. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് എന്നെ കണ്ടതിനും എന്റെ പ്രസംഗം കേട്ടതിനും നന്ദി അറിയിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.